ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നു, അതിനെ കളയുന്നു, അതിനുമേൽ കരിയോയിൽ ഒഴിക്കുന്നു, ഒപ്പം തന്നെ പ്രകടനങ്ങൾ നടക്കുന്നു. അതൊക്കെ കോൺഗ്രസിൽ ഒരു ഭാഗത്ത് തുടരുമ്പോൾ ലീഗിലേക്ക് പോയാലേ ലീഗിൽ കൂത്തുപറമ്പിലെ പരാജയത്തിൽ നടപടി വരികയാണ് മുസ്ലിം ലീഗിൽ. മണ്ഡലം ജനറൽ സെക്രട്ടറി പി.കെ. ഷാഹുൽ ഹമീദിനെ ഭാരവാഹി സ്ഥാനത്ത് നിന്നും മാറ്റി. വിശദീകരണം ചോദിക്കാതെയാണ് നടപടിയെന്നാണ് ഷാഹുൽ ഹമീദിന്റെ പ്രതികരണം. നിഖിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നുണ്ട്. നിഖിൽ, ഈ കേരളം ഉടനീളം ഒരു UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും കൂത്തുപറമ്പിൽ വലിയ വിജയപ്രതീക്ഷയായിരുന്നു. ജയന്തിയിലൂടെ പ്രതീക്ഷ വച്ചിരുന്നു ലീഗ്, പക്ഷേ അതുണ്ടായില്ല. അതിന് പിന്നാലെ തന്നെ ലീഗിനുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. കാരണം പൊട്ടിത്തെറി എന്ന് തന്നെ പറയാനുള്ള കാരണം അവിടെ പ്രാദേശിക നേതാവിന്റെ കോലം കത്തിക്കുന്ന പരിപാടി അടക്കം നടന്നതാണ്. ഇപ്പോൾ ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? കൂത്തുപറമ്പിലെ ലീഗിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. സേതു, ഏതായാലും കൂത്തുപറമ്പിൽ ലീഗ് വിജയം പ്രതീക്ഷിച്ച ഒരു മണ്ഡലമായിരുന്നു ഇത്തവണ. പ്രത്യേകിച്ചും സേതു പറഞ്ഞതുപോലെ സംസ്ഥാനത്താകെ വലിയ UDF തരംഗമുണ്ടായ സാഹചര്യത്തിൽ കൂത്തുപറമ്പും അഴീക്കോടുമൊക്കെ ജയിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. കൂത്തുപറമ്പിൽ പക്ഷേ പ്രതീക്ഷിച്ച വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. അത് പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ടും വിഭാഗീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുമാണ് എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് സംസ്ഥാന നേതൃത്വം കടന്നിരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറിയായ പി.കെ. ഷാഹുൽ ഹമീദിനെ ഭാരവാഹി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് ഇപ്പോൾ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇതിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ അവസാന ഘട്ടം വരെ